ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ റീഡിംഗ് ആണ്. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ മാസത്തിൻ്റെ ഔട്ട്കം എടുക്കാൻ പോണത്. ആൻഡ് ഇതുവരെ നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൻ്റെ ബെല്ലിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്യുക. അതൊരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈ മാസത്തിൻ്റെ ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ പൈസീസ്, ഇവിടെ ഞാൻ കാണുന്നത് ഏസ് ഓഫ് സ്വോർഡ്സ്, ജൂലൈ മാസത്തിൻ്റെ ഓവറോൾ എനർജി, ക്ലാരിറ്റി, ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ഐഡിയ ഇല്ലാച്ചാ ഒരു കമ്മ്യൂണിക്കേഷൻ, ഔട്ട് ഓഫ് ദ ബ്ലൂ കമ്മ്യൂണിക്കേഷൻ മാതിരിയാണ് ഇത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ. അതിലും ഒരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ജൂലൈയിൽ. ഇത് കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം. എന്താണ് ഈ ഏസ് ഓഫ് സോർഡ്സ് നമ്മൾക്ക് നോക്കാം. ടു ഓഫ് സോർഡ്സ്. അപ്പോൾ എന്തോ ഒരു ചോയ്സ്, ഒരു ഡിസിഷൻ എടുക്കാണ്ട് നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലായിരുന്നു. ആ എനർജിന്ന് നിങ്ങൾ പുറത്താണ് പറയണേ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂസ്ഡ് അല്ല. നിങ്ങൾക്ക് രണ്ട് ചോയ്സസ് ഉണ്ടായിരുന്നു. ഓറെൽസ് നിങ്ങൾക്ക് എന്തോ ഒരു ഡിസിഷൻ എടുക്കാണ്ടായിരുന്നു. അതെടുക്കാണ്ട് കൺഫ്യൂസ്ഡ് എനർജിയിലായിരുന്നു നിങ്ങൾ. പക്ഷെ ഇപ്പോൾ ജൂലൈ മാസത്തിൽ ആ കൺഫ്യൂഷൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. 3 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ എന്തോ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആയിരുന്നു ചെയ്യേണ്ടതിനെ. എന്തായിരുന്നു ഈ വെയിറ്റിംഗ് എനർജി? മേ ബി നിങ്ങൾ കരിയറിൽ കുറേ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു. എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ബോണസ് വരും, ഇല്ലാച്ച ഒരു അപ്രീസിയേഷൻ കിട്ടും, ഇല്ലാച്ച ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് വരും, കോൾ വരും, അത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡ് കുറേ സമയമായിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇതൊരു സ്ലോ മൂവിങ് എനർജിയിലായിരുന്നു. നിങ്ങളുടെ അടുത്ത് വരണ കാര്യം ഇതൊരു പേഴ്സൺ ആയിരിക്കാം, മെസ്സേജ് ആയിരിക്കാം, ഫിനാൻഷ്യൽ റിവാർഡ്സ് ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം. ഈ സാധനം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായെന്ന് വെച്ചാൽ അതൊരു സ്ലോ മൂവിങ് എനർജിയിലായിരുന്നു. അത് വരുന്നുണ്ടായിരുന്നു, പക്ഷെ കുറേ സമയം എടുക്കുന്നുണ്ടായിരുന്നു വരാൻ. 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ കൊലാബറേറ്റ് ചെയ്തിട്ട് എന്തോ ബിൽഡ് ചെയ്യുന്നുണ്ട്, എന്തോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് കരിയറിലാവാം, ഓറെൽസ് റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇവിടെ മ്യൂച്വൽ എനർജീസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ ഒരുമിച്ച് വന്ന് ഒരു റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യാനാണ് നോക്കണത്. ഇവിടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ആദ്യം ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ എന്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് നിങ്ങൾ? 7 ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. മേ ബി ഫിനാൻഷ്യൽ റിവാർഡ്സിനായിരിക്കാം, ഇല്ലാച്ച ഒരു പ്രൊമോഷനായിരിക്കാം, ഇല്ലാച്ച ഒരു ടോറസ് പേഴ്സൺ ഇവിടെ ഞാൻ കാണുന്നുണ്ട്. മേ ബി ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിനെ. ഇവിടെ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ് ആണ്, വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇട്ട എനർജി, എഫേർട്ടൊക്കെ അതിൻ്റെ റിവാർഡ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും ഫ്യൂച്ചറിൽ. ഒരു വിഷ് നിങ്ങളുടെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. പക്ഷേ നിങ്ങൾ പോണത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഡയറക്ഷനിലാണ്. 5 ഓഫ് സോർഡ്സ്. ഒരു കാര്യം നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ മേ ബി ഈ ഡിലേ ആവണത് വേറെ ആൾക്കാരുടെ കാരണമായിരിക്കാം. എസ്പെഷ്യലി കരിയറിലാണെന്ന് വെച്ചാൽ ചില കലീഗ്സോ വേറെ ആൾക്കാർ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. മേ ബി നിങ്ങൾക്ക് ഇത് അറിയുണ്ടായിരുന്നില്ല.
അപ്പോൾ അത് സൂക്ഷിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും പ്രോഗ്രസ് സക്സസ് ഉണ്ടാച്ചാൽ കുറേ പബ്ലിസിറ്റി കൊടുക്കരുത്. എന്നുവെച്ചാൽ ചിലവർ ഇതിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ കുറച്ച് ഗോസിപ്പൊക്കെ പറയാൻ, ഫേക്ക് ഗോസിപ്പ്, ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് ഇത് റൊമാൻറ്റിക് സിറ്റുവേഷനിലും ആവാം. അപ്പോൾ റൊമാൻറ്റിക് സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറേ കൂടുതൽ ഷെയർ ചെയ്യരുത് എല്ലാവരുടെയും കൂടെ. എന്നുവെച്ചാൽ അത് നോക്കിയിട്ട് ചിലവർ ആ സിറ്റുവേഷനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുകയാണ്, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ഉണ്ടാവില്ല. ഫിനാൻഷ്യൽ ഓർ എൽസ് പേഴ്സണൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്, പക്ഷെ അത് ബ്ലോക്ക്ഡ് ആണ്. ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്താണ് ചാലഞ്ച്? ടവർ. അപ്പോൾ എന്തോ ഇവിടെ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. പക്ഷെ ഈ വെയിറ്റിംഗ് പീരിയഡ് ഞാൻ പറഞ്ഞ മാതിരി എന്തോ അതിലൊരു തടസ്സം വരുന്നുണ്ട്. പക്ഷെ ഒരു ഇംബാലൻസും ക്രിയേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇത് വരാൻ പോകുന്നുണ്ട്. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. കുറച്ച് നിങ്ങൾക്ക് ഫെയ്ത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. 9 ഓഫ് സോർഡ്സ്, നിങ്ങൾ കുറേ സ്ട്രെസ്സാണ് ചെയ്യണത് ഈ സമയത്ത്. കുറേ ആങ്സൈറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, കുറേ കാര്യങ്ങൾ ഓവർ തിങ്കിങ്ങും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. വരണ കാര്യങ്ങൾ വരും, ശരിയായ സമയത്ത് വരും. അപ്പോൾ നിങ്ങൾ ആങ്സൈറ്റി എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കാര്യമില്ല. 4 ഓഫ് കപ്സ്, നിങ്ങളുടെ ഇൻട്രസ്റ്റും ഇല്ല, നിങ്ങൾ കുറേ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ഹോപ്സ് ഒക്കെ യുനോ ഒരു ഹോപ്പ് ഇല്ലാത്ത ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ ഒരു ഡിസപ്പോയിൻമെന്റ് എനർജി. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്, ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരണ കാര്യങ്ങൾ വരും. അത് ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടാവാൻ വഴിയുണ്ട്, പക്ഷെ അത് വരും. ഓക്കെ, അപ്പോൾ 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. 2 ഓഫ് വാൻഡ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. ഒരു 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് ചോയ്സ് ഇല്ല വെച്ചാൽ ഒരു പ്ലാനിങ്, സ്ട്രാറ്റജൈസിങ്ങിൻ്റെ എനർജിയാണ് 2 ഓഫ് വാൻഡ്സ്. ഏസ് ഓഫ് കപ്സ്, ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവിൽ. ആൻഡ് അത് വരുമ്പോൾ മേ ബി നിങ്ങൾ ഷുവർ അല്ല ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേന്ന്. അതാണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. മേ ബി സഡൻ ഒരു ഓഫർ ആയിരിക്കും. പക്ഷേ ഇത് വരുമ്പോൾ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഇത് ആക്സെപ്റ്റ് ചെയ്യണോ ഇല്ലേ, ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലേന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇത്. നിങ്ങളുടെ ഔട്ട്കം ഇപ്പോൾ നമ്മൾക്ക് നോക്കാം. ജൂലൈ മാസത്തിൻ്റെ ഔട്ട്കം എന്താണെന്ന്. ടെമ്പറൻസ്. യൂണിവേഴ്സ് നിങ്ങളോട് ബാലൻസ് വെക്കാനാണ് പറയണത് ഈ മാസം. നിങ്ങളുടെ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാനാണ് പറയണത്. ആൻഡ് ഫ്ലോയിൽ പോവാനാണ് പറയണത്. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ടെമ്പറൻസിൻ്റെ എനർജി? 10 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ കുറേ എബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ബാലൻസ് വെക്കേണ്ട ആവശ്യമുണ്ട്. കുറേ ഓവർ തിങ്കിങ് ഈ സിറ്റുവേഷനിൽ നല്ലതായിരിക്കില്ല. പിന്നെ കുറേ ഓവർ ഡൂയിങ്ങും ശരിയല്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ കുറേ നിങ്ങളുടെ എനർജി എഫേർട്ട് ഇടുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ കുറേ ഇൻവെസ്റ്റഡ് ആണ് ഇതിൽ. അപ്പോൾ കുറച്ചൊരു പുൾ ബാക്ക് ചെയ്യുക നിങ്ങളുടെ എനർജി. എന്നുവെച്ചാൽ ഈ കാര്യം ഞാൻ പറഞ്ഞ മാതിരി ഈ അബണ്ടൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്യണ കാര്യം ഡെഫിനറ്റ്ലി വരും. പക്ഷെ കുറച്ചൊരു വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട്. പേജ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട് വരുന്നുണ്ട്. അത് കുറേ അബണ്ടൻസിൻ്റെ ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോണേ. അപ്പോൾ പോസിറ്റീവായി വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്താണ് ഒറക്കിൾ മെസ്സേജ്? മെഡിറ്റേറ്റ് ആൻഡ് കോൺടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പൈസീസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഇല്ലാച്ച ഒരു പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഇമെയിൽ ഉണ്ട്, അവിടെ മെയിൽ ചെയ്യാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ. അവിടെയും ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം.
ഇതൊരു പേഴ്സണൽ റീഡിംഗ് ആയതുകൊണ്ട് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി പിക്ചർ കിട്ടും. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.